തിരുവനന്തപുരത്ത് നിന്ന് പള്ളിപ്പെരുന്നാളിന് പോയ വയോധികനെ കാണാനില്ല എന്ന് പരാതി. പൂന്തുറ സ്വദേശി ജോസഫ് വർഗീസിനെയാണ് കാണാതായത്. ജോസഫ് എവിടെ പോയി? ഈ മാസം 5-ാം തീയതിയാണ് പള്ളിപ്പെരുന്നാളിനെന്നും പറഞ്ഞ് ജോസഫ് വീട്ടിൽ നിന്നും പോകുന്നത്. പിന്നീട് മടങ്ങിയെത്തിയില്ല. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭ്യമായില്ല. ജോസഫ് ധ്യാനത്തിന് പോയെന്നാണ് കുടുംബം കരുതിയത്. എന്നാൽ 12-ാം തീയതി മുതൽ ജോസഫ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ആശുപത്രിയിൽ നിന്നും ജോസഫിനെ കാണാനില്ലെന്ന് കുടുംബത്തെ അറിയിച്ചു. സാന്ത്വന സജു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാന്ത്വന, ജോസഫ് എങ്ങോട്ടാണ് പോയത്? സത്യപ്രതിജ്ഞയ്ക്കൊന്നും വന്നതല്ല, നേരെ കോട്ടയത്തേക്ക് പോയി. പള്ളിപ്പെരുന്നാളിന് പോയ ആൾ എന്തിനാണ് കോട്ടയത്ത് പോയതെന്ന് അറിയില്ല. കോട്ടയത്ത് ആശുപത്രിയിൽ ഏതവസ്ഥയിലാണ് പ്രവേശിപ്പിച്ചതെന്നറിയില്ല. അവിടെ നിന്ന് എങ്ങനെയാണ് ഏത് സാഹചര്യത്തിലാണ് കാണാതായതെന്നും അറിയില്ല. അതിലൂടെ ഒരു ദുരൂഹതയുണ്ടല്ലോ. എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നോ ജോസഫ്? അരുൺ, ഈ മാസം 5-ാം തീയതി, അതായത് മെയ് 5-ാം തീയതിയാണ് ഈ ജോസഫ് എടത്വ പള്ളിയിലെ പെരുന്നാൾ കൂടുന്നതിന് വേണ്ടി വീട്ടിൽ നിന്ന് പോയത്. സാധാരണമായി ഇത്തരത്തിൽ പെരുന്നാളൊക്കെ കൂടാൻ പോകാറുള്ള ആളാണ്, കുരിശുമലയൊക്കെ കയറാൻ പോകാറുള്ള ആളാണ്. അത് മാത്രവുമല്ല, ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പോകുന്നതും പതിവാണ്. ജോസഫ് ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു, കുറെ കാലങ്ങളായി മത്സ്യത്തൊഴിലാളി തന്നെയായിരുന്നു. പക്ഷേ ഒരു 7 മാസങ്ങൾക്ക് മുൻപ് ജോസഫിന് ഒരു ഹൃദയ സംബന്ധമായ ഒരു അസുഖം വന്നു. അങ്ങനെ ഇപ്പോൾ മറ്റ് ജോലികൾക്കൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്ഥിരമായി ധ്യാനത്തിനും മറ്റ് പള്ളികളിലുമൊക്കെ പോകുന്നത് പതിവായിരുന്നു. ഈ 5-ാം തീയതി എടത്വ പള്ളിയിലെ പെരുന്നാൾ കൂടുന്നതിന് വേണ്ടിയാണ് പോയത്. അതിനുശേഷം അദ്ദേഹം തൃശ്ശൂരിലേക്ക് പോകാറുണ്ട്. സാധാരണ തൃശ്ശൂരിൽ പോയി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ഈ ധ്യാനം കൂടുന്നത് അദ്ദേഹത്തിന് പതിവായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലുള്ള ആളുകൾ വിചാരിച്ചു അദ്ദേഹം അങ്ങനെ പോയിട്ടുണ്ടാകാമെന്ന്. സാധാരണ അദ്ദേഹത്തിന്റെ കയ്യിലൊരു ഫോണുണ്ട്, പക്ഷെ അത് എപ്പോഴും ചാർജ് തീർന്നു പോകുമല്ലോ എന്ന് വിചാരിച്ച് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു പതിവായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് ഒന്നെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ടേക്ക് വിളിക്കും, അല്ലെങ്കിൽ ഓൺ ആകുന്ന സമയത്ത് വീട്ടുകാർ അങ്ങോട്ടേക്ക് വിളിക്കും. പക്ഷെ ഇത്തവണ പോയപ്പോൾ വീട്ടിലുള്ളവർ നിരന്തരമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും അദ്ദേഹത്തെ കിട്ടിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ കഴിഞ്ഞ് പോയ 16-ാം തീയതി വൈകുന്നേരം ഒരു 2 മണിയായപ്പോഴേക്കും കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയാണിത്, ഈ അമ്മയ്ക്ക് ഒരു കോള് വരികയാണ് ചെയ്തത്. അദ്ദേഹം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. 12-ാം തീയതി മുതൽ അവിടെ ചികിത്സയിലായിരുന്നു. കുഴഞ്ഞു വീണ നിലയിൽ ആരോ ആശുപത്രിയിലേക്ക് എത്തിച്ചതാണ്, പിന്നീട് കാണാനില്ല. അതാണ് ആ കോളിൽ പറഞ്ഞത്. നമുക്ക് ആ അമ്മയോട് തന്നെ ഒന്ന് ചോദിക്കാമെന്ന് തോന്നുന്നു. ആശുപത്രിയിൽ നിന്ന് വിളിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? ആശുപത്രിയിൽ നിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞ് ചൊവ്വാഴ്ച ഇവിടെ അഡ്മിറ്റ് ആക്കിയതാണ്. ഇന്ന് രാവിലെ മരുന്നും കൊണ്ട് പോയപ്പം ആളെ കാണാനില്ല. ആഹാരവും ഞങ്ങൾ പൊട്ടനെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആഹാരം കൊണ്ടുപോയപ്പോൾ ആളില്ല, അത് ആഹാരം കൊണ്ട് ഇപ്പോഴും അങ്ങനെയാ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ വന്നിട്ട് ഇവിടെ നിന്ന് സാധനത്തിനെ എടുത്തിട്ട് പോകാൻ പറഞ്ഞു. ഫോണുണ്ട്, പാസ്ബുക്ക് ഉണ്ട്, ഡ്രസ്സൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ വന്ന് എടുത്തിട്ട് പോണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ് അത് ആളെ കിട്ടാതെ എങ്ങനെയാണ് സാധനം എടുക്കുന്നത്, ഞാൻ അന്വേഷിക്കട്ടെ എന്നിട്ട് വരാം. എന്നിട്ട് പൂന്തറ പോലീസ് സ്റ്റേഷനിൽ പേപ്പർ കൊണ്ട് കൊടുക്കാൻ പോയി. കൊടുത്തപ്പോൾ അവര് പറഞ്ഞ് ഇവിടെ വന്നിട്ട് കാര്യമില്ല, ഈ പെറ്റീഷൻ ഇവിടെ തന്നെ ഇരിക്കട്ട്, അത് നിങ്ങൾ കോട്ടയത്ത് ചെന്നിട്ട് ആശുപത്രിയിൽ ചെന്ന് അവിടുത്തെ സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തിട്ട് വരണമെന്ന് പറഞ്ഞു. അരുണിപ്പോ എന്തായാലും കുടുംബം ഗാന്ധിനഗർ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവർ പറയുന്നത് അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ട് അദ്ദേഹം എവിടെയെങ്കിലും ഇറങ്ങിപ്പോയതാകാമെന്നാണ്. നമ്മൾ ആ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ജോസഫിന്റെ ചിത്രം. പ്രേക്ഷകരെ, നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ജോസഫിനെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. ഇദ്ദേഹം പൂന്തുറയിൽ നിന്ന് കാണാതായ ജോസഫാണ്. എടത്വ പള്ളിയിൽ പെരുന്നാൾ കൂടാൻ പോയതാണ്. പക്ഷേ എങ്ങനെയോ ഏതോ സാഹചര്യത്തിൽ കോട്ടയത്തെത്തി. അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയുണ്ടായിരുന്നു. അതിനുശേഷമാണ് ജോസഫിനെ കാണാതായത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ ദൃശ്യം ഒന്ന് മനസ്സിൽ വെച്ചുകൊള്ളുക. എവിടെയെങ്കിലും ജോസഫിനെ കാണുകയാണെങ്കിൽ തൊട്ടടുത്തൊന്ന് പോലീസ് സ്റ്റേഷനിൽ ചിലപ്പോൾ ഈ മേൽവിലാസമൊക്കെ മറന്നുപോയിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മനുഷ്യരല്ലേ.